8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. ചക്ക വിപണന രംഗത്ത് വൈവിധ്യങ്ങളുമായി 9 വർഷത്തോളമായി മമ്പാട്ടുമൂലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഒട്ടനവധി കുടുംബങ്ങളുടെ വിശപ്പകറ്റുകയാണ്. 6 മാസക്കാലം ചക്ക കൊണ്ട് ഉപജീവനം കണ്ടെത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ്. വിദേശ വിപണികളിലാണ് മമ്പാട്ടുമൂലയിലെ ചക്ക ഉൽപ്പന്നങ്ങൾ കാര്യമായി വിപണനം നടത്തുന്നത്. ഒരു കാലത്ത് ചക്കയുടെ സീസണിൽ മലയാളികളുടെ വിശപ്പകറ്റിയിരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ചക്കയായിരുന്നു. എന്നാൽ ഇപ്പോൾ മലയാളികൾക്ക് വേണ്ടാത്ത ചക്കയുൽപ്പന്നങ്ങൾ മമ്പാട്ടുമൂലയിൽ നിന്ന് കയറ്റിപ്പോകുന്നത് യൂറോപ്പിലേക്കും ഗൾഫ് നാടുകളിലേക്കുമാണ്. മമ്പാട്ടുമൂലയിലെ മോയിക്കൽ ഖാലിദ് എന്നയാളുടെ കീഴിൽ 4 യൂണിറ്റുകളിലായാണ് ചക്ക സംസ്കരണം നടക്കുന്നത്. ഇതിനു പുറമെ ചില വീടുകൾ കേന്ദ്രീകരിച്ചും യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും കർണാടകത്തിൽ നിന്നുമായി ദിവസേന 20ഓളം ടൺ ചക്കയാണ് ഇവിടെ എത്തുന്നത്. ഈ ചക്കകൾ വെട്ടി ചുളകൾ പറിച്ചെടുത്ത് കുരുവും മറ്റും വേർതിരിച്ച് വൃത്തിയാക്കി പ്രത്യേക ബോക്സുകളിലാക്കും. ഇത് വണ്ടൂരിലുള്ള ഫാക്ടറിയിലെത്തിക്കും. ഇവിടെ 5 തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ചക്ക സുലഭമായി ലഭിക്കുന്നത് വർഷത്തിൽ 6 മാസമാണ്. ഈ സീസണിൽ ധാരാളം ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കുന്നത്. സീസൺ അല്ലാത്ത കാലത്തും ചക്ക ലഭിക്കുന്നതിനായി അത്യുൽപാദന ശേഷിയുള്ളതും എക്കാലത്തും വിളവ് ലഭിക്കുന്നതുമായ വിയറ്റ്നാം ഏളി തരം പ്ലാവുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ചക്കയും ഒരു വ്യാവസായിക ഉൽപ്പന്നമായി മാറിയതോടെ നാടിന് വലിയ കൈത്താങ്ങായി മാറി. ഇവിടെ ഞങ്ങൾ ആദ്യം തുടങ്ങിയന്ന് കുറച്ചേനു. പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ 8ാമത്തെ 9 കൊല്ലമായി. ഇപ്പോൾ കമ്പനിക്ക് കണ്ടമാനം ഓർഡർ. ആദ്യക്ക് 1/2 ടണ്ണ്, പിന്നെ 1 ടണ്ണ്, 2 ടണ്ണായി. ഇപ്പോൾ 10-15 ടണ്ണ് ദിവസം വരെ വിട്ടിട്ടുണ്ട് ചക്ക കമ്പനിക്ക്. ഗൾഫ് നാടുകളിൽ അമേരിക്ക, ബ്രിട്ടൻ, ഖത്തർ, സൗദി അറേബ്യ എല്ലാ നാട്ടിലും ഇത് കയറി പോകുന്നുണ്ട്. കാപ്പിലാണ് ഇതിൻ്റെ എല്ലാ പരിപാടി. പാക്കിങ്ങൊക്കെ കാപ്പിലാണ്. ഇവിടെ കണ്ടമാനം പണിക്കാർ 2-3 സൈറ്റിലായിട്ട് കണ്ടമാനം ജോലിക്കാരുണ്ട്. ഇതേ വർക്ക് ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ എന്നും നല്ലൊരു ഞങ്ങൾ കമ്മീഷൻ വർക്കാണ്. ഇവർ ചുള ഇരിഞ്ഞ് ഇവർ തന്നാൽ ഞങ്ങൾ വെട്ടിക്കൊടുക്കും. ഇവർ ചുള ഇരിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രെയിലാക്കി തരും. അതിനവർക്ക് കമ്മീഷൻ വർക്കാണ്. 1 കിലോത്തിനായിട്ട് പൈസ കൊടുക്കുകയാണ്. പൈസ കൊടുക്കുന്നുണ്ട്. പച്ചയായിട്ടും ഇവിടേക്ക് എത്ര ചക്ക കൊടുന്നാലും ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ്. എത്ര ചക്ക എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യക്കാരുണ്ട്. കുറേ അവിടെ നിന്നും വയനാട്ടിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങോട്ട് കേരളത്തിൻ്റെ കോട്ടയത്തു നിന്ന് വരെ ചക്ക അങ്ങോട്ട് വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.